പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ പ്രവർത്തകർക്കും വാത്സല്യനിധികളായ വിദ്യാർത്ഥികൾക്കും അഭിവാദനങ്ങൾ. നമ്മുടെ സൺഡേ സ്കൂൾ കലണ്ടർ ഇയർ സമാപനത്തോടടുക്കുകയാണ്. ഈ പ്രോഗ്രാം നമ്മൾ തുടങ്ങുമ്പോൾ ഓൺലൈൻ പ്രോഗ്രാം ആദ്യമായിട്ടാണ് നമ്മൾ നടപ്പാക്കുന്നത്. ഇത് ആരംഭിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രേയർ, ഒരു സ്ലോഗൻ ചിന്തിക്കാനായിട്ട് ഒരു ചെറിയ കുറിപ്പുണ്ടായിരുന്നു. അത് നാമെല്ലാം ഓർക്കുമല്ലോ, മറന്നു കാണുകയില്ല എന്ന് വിചാരിക്കും. ജീസസ് കോൾസ് മീ എന്നതായിരുന്നു. അത് നമ്മൾ ഓരോരുത്തർക്കും മനസ്സിൽ സൂക്ഷിക്കാനും ചിന്തിക്കാനുമുള്ള ഒരു ചിന്തയാണ്, നല്ലൊരു ചിന്ത. ജീസസ് കോൾസ് മീ. അത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സൺഡേ സ്കൂളിൻ്റെ ചുമതലക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ എല്ലാവരെയും കർത്താവ് വിളിക്കുന്നതിന് നിശ്ചയമായും ഒരു ഉദ്ദേശമുണ്ടാകുമല്ലോ. അപ്പോൾ നമ്മളെ വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്നും അത് ഫലപ്രാപ്തിയിലെത്തിയോ എന്നും അന്വേഷിക്കാനുള്ള ചുമതല നമുക്കുണ്ട്. നമ്മളെ വിളിച്ചത് ഭംഗിയായി വേദപഠനം നടത്തുവാനും ക്ലാസ്സുകൾ നടത്തുവാനും പഠിപ്പിക്കുവാനും അത് അസസ് ചെയ്യാനും പഠിക്കുന്നതിൽ സന്തോഷിക്കുവാനും അറിവ് വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിരുന്നു ആ വിളി, കർത്താവിൻ്റെ വിളി. ആ വിളിയോട് നിങ്ങളെല്ലാവരും പ്രതികരിച്ചു. അത് വളരെ കൃതാർത്ഥത ഉളവാക്കുന്ന ഒരു സംഗതിയാണ്. ഈ കാര്യങ്ങളിൽ നമ്മുടെ സൺഡേ സ്കൂൾ വൈസ് പ്രസിഡൻ്റ് അച്ഛനും മദ്രാസിൻ്റെ ഡയറക്ടർ സാറും അതിൻ്റെ ഡിസ്ട്രിക്റ്റ് ചുമതലക്കാരും ഇൻസ്പെക്ടർമാരും ക്ലാസ് എടുത്ത അധ്യാപകരും ക്ലാസ് എടുക്കാത്ത അധ്യാപകരും അതിൻ്റെ പ്രധാന ഗുണഭോക്താക്കളായ എല്ലാ കുട്ടികളും നിങ്ങളെല്ലാവരുടെയും ഒരു കൂട്ടായ പ്രയത്നമായിരുന്നു. നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംരംഭം നടക്കുന്നത്. അതിൽ പാളിച്ചകൾ വരാതിരിക്കാൻ നമ്മൾ നല്ലതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, എങ്കിലും കണ്ടേക്കാം. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം നമ്മളാവുന്നിടത്തോളം പിഴവ് കൂടാതെ നടത്താൻ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ അകമഴിഞ്ഞ് ആത്മാർത്ഥമായി അഭിനന്ദിക്കും. ഈ മാസം കൊണ്ട് ക്ലാസ്സുകളൊക്കെ ഏകദേശം തീരും. എന്നാലും 1-2 ക്ലാസ്സുകളിലെ നവംബർ പകുതി വരെയെങ്കിലും ക്ലാസ്സുകളുണ്ടാകും. നവംബർ 1-ാം ഞായറാഴ്ച മുതൽ റിവിഷനാണ്, പരീക്ഷയുടെ കാലഘട്ടം വരെ. ഇപ്പോൾ നവംബർ മാസത്തിൽ മുഴുവൻ പഠിച്ച പാഠങ്ങൾ ഒന്നുകൂടെ മനസ്സിൽ കൊണ്ടുവരാനും പിഴകൾ നീക്കാനും എവിടെയെങ്കിലും മനസ്സിലാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും പഠിച്ചതിനെ തന്നെ വീണ്ടും ഒന്ന് ഓർത്തെടുക്കാനും അങ്ങനെ അത് നമ്മുടെ അറിവിൻ്റെ ഭാഗമായി മാറ്റാനും. അതാണ് റിവിഷൻ എന്ന് പറഞ്ഞാൽ. കേവലം ഒന്നുകൂടെ വായിക്കുക എന്നല്ല, പഠിച്ചതെന്തോ അത് നമ്മുടെ മനസ്സിൽ നന്നായി സംഗ്രഹിച്ചു വെച്ച് ഏത് സമയത്തും തിരിച്ചെടുക്കത്തക്കവണ്ണം സംഗ്രഹിച്ച് വെക്കുക എന്നാണ്. നമ്മുടെ ഓർമ്മശക്തി തന്നെ 2 കമ്പാർട്ട്മെൻറ്റ്സാണുള്ളത്. ഒന്ന് ഷോർട്ട് ടേം മെമ്മറി, മറ്റേത് ലോങ് ടേം മെമ്മറി. പെട്ടെന്നൊരു കാര്യം പറഞ്ഞു ഓർത്തു മറന്നുപോകും. അപ്പോൾ കുറച്ച് സമയത്തേക്ക് മാത്രമേ അത് ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണല്ലോ ഷോർട്ട് ടേം മെമ്മറി, STM. എന്നാൽ വായിച്ചതോ പഠിച്ചതോ വീണ്ടും റിവൈസ് ചെയ്യുകയും ഓർത്തെടുക്കുകയും സംശയം തീർക്കുകയും വീണ്ടും വായിക്കുകയൊക്കെ ചെയ്താൽ അത് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറി LTMലേക്ക് മാറും. അത് പിന്നെ പെട്ടെന്നൊന്നും മറന്നു പോവുകയില്ല.
ഇപ്പോൾ റിവിഷൻ കാലത്ത് നമ്മൾ എന്ത് പഠിച്ചോ അത് കുറേ കൂടെ ആഴമാക്കാനും വേണ്ടി, അതിലെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നികത്താൻ, ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ലോങ് ടൈം മെമ്മറിയിലേക്ക് പാഠഭാഗങ്ങളെ മാറ്റാൻ, പേരുകൾ, വർഷങ്ങൾ, വിശദാംശങ്ങൾ ഇതൊക്കെ ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുക്കാനുള്ള നല്ലൊരു കാലഘട്ടമാണ് റിവിഷൻ എന്ന് പറയുന്നത്. അതും നമ്മളുടെ ഉത്സാഹമായിട്ട് ചെയ്യണം. അധ്യാപകരും വിദ്യാർത്ഥികളും കൂടെ കൂട്ടായി ഈ സംരംഭം ഏറെ വിജയകരമാക്കണം. ഇന്നുവരെ നമ്മളെല്ലാവരും ഇതിനകത്ത് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. ഇനിയും അങ്ങനെ തന്നെ വേണം. എക്സാമിനേഷൻസ് നടക്കട്ടെ. ഞാൻ പലപ്പോഴും ആവർത്തിച്ചതാണ്, നമ്മൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം പരീക്ഷ എഴുതുക എന്നുള്ളതല്ല. എന്നാൽ പഠിച്ചത് എന്താണ്, എന്തുമാത്രം എന്നറിയാൻ ഒരു സ്കെയിലാണ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പഠനം തീരുന്നില്ല. വീണ്ടും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും, പിന്നെയും വായിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ വായനയും അറിവും പഠനവും എന്നും വിപുലമായിക്കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ പഠിതാക്കൾ, സ്റ്റുഡൻസ് ആകുകയുള്ളൂ. വിദ്യാർത്ഥികൾ എല്ലാവരും പഠിക്കുന്നവരാണ്, അധ്യാപകരും പഠിക്കുന്നവരാണ്. അങ്ങനെ എല്ലാവരും ചേർത്തുള്ള പൊതുവായ പഠന പദ്ധതിയാണ് നമ്മുടെ ഈ സൺഡേ സ്കൂൾ പ്രോഗ്രാമിൽ നടക്കുന്നത്. ഓൺലൈൻ പ്രോഗ്രാം സാധാരണയുള്ള സൺഡേ സ്കൂളുമായിട്ട് വിഭിന്നമാണെന്ന് നമുക്കറിയാമല്ലോ. എങ്കിലും നിലവിലുള്ള സാഹചര്യത്തിൽ സ്മാർട്ട് ക്ലാസ് ഒന്നും ആയില്ലെങ്കിലും നമ്മൾ ആവോളം സൺഡേ സ്കൂൾ മുടങ്ങാതെ നടക്കാൻ, അത് പ്രയോജനപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും സാധിക്കും. ഈ കാര്യങ്ങളിൽ എല്ലാവരുടെയും തുടർന്നുള്ള സഹകരണം ഉണ്ടാകണം. വിദ്യാർത്ഥികളും അധ്യാപകരും മാത്രമല്ല, പേരൻസ് ഇതിനകത്തൊരു പ്രധാന റോളുണ്ട്. കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നു, പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു എന്നെല്ലാം ഉറപ്പാക്കാൻ രക്ഷിതാക്കൾക്ക് ചുമതലയുണ്ട്. ആ സമയം അതിനുവേണ്ടി മാറ്റിവെക്കും. ആ ക്ലാസ്സിൻ്റെ സമയത്ത്, പരീക്ഷയുടെ സമയത്ത് കുട്ടികൾ വേറൊന്നിനും അവർ എൻഗേജ് ചെയ്യാതിരിക്കത്തക്കവണ്ണം ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായി പേരൻസാണ്. അവർക്ക് മാത്രമേ ചെയ്യാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ നമ്മുടെ പ്രോഗ്രാമിൽ പേരൻസ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ഈ 3 എലിമെൻറ്റ്സ്, ഘടകങ്ങളുടെ കൂട്ടായ കൈകോർത്ത് പിടിച്ചുള്ള ഒരു ശ്രമമാണ്. അതാണ് നടന്നു വന്നത്. ഇനിയും അങ്ങനെ ആയിരിക്കണം. ഇനി പാൻഡമിക്, COVID-19 അതിൻ്റെ ശക്തി കുറഞ്ഞു വന്ന് കുറേ കഴിയുമ്പോൾ നമുക്ക് പഴയതുപോലെ നോർമൽ ക്ലാസ് റൂംസിൽ പോയി പഠിക്കാൻ അവസരം കിട്ടട്ടെ. നേരം അതനുസരിച്ച് ചെയ്യാം. അതുവരെ നമ്മൾ സൺഡേ സ്കൂൾ മുടങ്ങാതെ ഈ സംവിധാനത്തിൽ നമുക്ക് മുമ്പോട്ട് പോകണം. വീണ്ടും നമ്മൾ ആദ്യം കേട്ട ആ സ്ലോഗൻ മറക്കരുത്, ജീസസ് കോൾസ് മീ. നമ്മളോട് തന്നെ പറയണം, ജീസസ് കോൾസ് മീ ടു ദിസ് പ്രോഗ്രാം, ടു ലേൺ, ടു ടീച്ച് ആൻഡ് ടു കോഓപ്പറേറ്റ്, ടു പ്രൈസ് ഗാഡ്, ടു സിംഗ് ആൻഡ് ടു പ്രേ. ഈ കാര്യത്തിനെല്ലാം വേണ്ടി കർത്താവ് നമ്മളെ വിളിക്കുന്നു. എന്നാൽ ഈ പഠനം കൊണ്ട് എന്ത് പ്രയോജനം? നമുക്ക് കുറേ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും, ആരാധനയിൽ ബോധപൂർവ്വം പങ്കെടുക്കാനും, ചൊല്ലുന്ന പ്രാർത്ഥനകളുടെയും ഗാനങ്ങളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കാനും, വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ വാട്ട് ഡു വി ബിലീവ് ആസ് ഓർത്തഡോക്സ്, അതിൻ്റെ ഒരു അടിസ്ഥാനമാണ് നമ്മുടെ ക്രീഡ് എന്ന് പറയുന്ന വിശ്വാസ പ്രമാണം. ഇതൊക്കെ നമ്മൾ തലനാരിഴ കീറി പഠിക്കുന്നവരാണ്, പഠിക്കുകയും വേണം. എന്താണ് സഭയുടെ പഠിപ്പിൽ, സഭയുടെ നോമ്പുകൾ, അതിൻ്റെ ആരാധനാക്രമം, ഇതെല്ലാം നമ്മൾ സൺഡേ സ്കൂളിൽ വെച്ച് തന്നെ അതിൻ്റെ അടിസ്ഥാനം ഇട്ടിട്ട് വേണം തുടർന്ന് പഠിക്കാനും ജീവിതത്തിലേക്ക് പോകാൻ. അതിനെല്ലാം നമുക്ക് സംഗതിയാക്കട്ടെ. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പഠനം തുടരട്ടെ. അതൊരിക്കലും അവസാനിക്കുന്നതല്ല. വേദപഠനം അവസാനമില്ലാത്തതാണ്. ദൈവമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവാണ്. അതെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പറയണം, ജീസസ് കോൾസ് മീ, എന്നെ വിളിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ കുഞ്ഞുങ്ങളെ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ ആരാധനയാണ്. ആരാധനയുടെ സത്ത എന്ന് പറയുന്നത് അതിൽ ഉപയോഗിക്കുന്നതായ ഗാനങ്ങളും അതിലെ വിശ്വാസ സത്യങ്ങളുമാണ്. ഈ ഗാനങ്ങൾക്ക്
മോരിലെ പുളി എന്നതുപോലെ അതിന് അതിൻ്റേതായിരിക്കുന്ന ജീവൻ കൊടുക്കുന്നത് അതിൻ്റെ സംഗീതമാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ഉപയോഗിക്കുന്ന സുറിയാനി സംഗീതം, സുറിയാനി സംഗീതം 2 തരത്തിലുണ്ട്, പൗരസ്ത്യവും പാശ്ചാത്യവും. നാം അംഗീകരിച്ചിരിക്കുന്നത് പാശ്ചാത്യ സുറിയാനി സംഗീതമാണ്. ഈ സംഗീതം ഏകദേശം 4-ാം നൂറ്റാണ്ട് മുതൽ ഉത്ഭവിച്ചു വന്നതാണ്. വിശുദ്ധനായ അപ്രേമിൻ്റെ കാലം മുതലാണ് നമ്മുടെ സഭാസംഗീതത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നതിൽ തെറ്റില്ല. സഭാപിതാക്കന്മാരായ വിശുദ്ധ അപ്രേം, സെരൂഗിലെ യാക്കൂബ്, അലെപ്പോയിലെ വിശുദ്ധനായ ബാലായ്, ശമഊൻ കൂക്കോയോ, അതുപോലെ അന്ത്യോക്യയിലെ വിശുദ്ധ സേവേറിയോസ് എന്നീ പിതാക്കന്മാരെ പ്രധാനമായിട്ട് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ പിതാക്കന്മാർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതായ അവരുടെ പഠിപ്പിക്കലുകൾ, അവരുടെ കവിതകളെല്ലാം പിൽക്കാലത്ത് വളരെയധികം വിശ്വാസ സത്യങ്ങൾ പ്രചരിപ്പിക്കുവാനും അതുപോലെ ആരാധിക്കുവാനുമായി ഉപയോഗിച്ചു. മധ്യ നൂറ്റാണ്ടുകളിൽ മിഡിൽ ഈസ്റ്റിലുണ്ടായതായ ആശ്രമ പ്രസ്ഥാനങ്ങളാണ് ഇവയ്ക്ക് കൂടുതൽ ജീവൻ കൊടുത്തത്. സന്യാസ ആശ്രമങ്ങളിൽ സന്യാസിമാരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതായിരുന്നു. ആരാധനയ്ക്ക് വേണ്ടുന്നതായ കവിതകൾ ഉണ്ടാക്കുക, പുസ്തകങ്ങൾ ഉണ്ടാക്കുക, ഇതെല്ലാം ഇക്കാലത്ത് നടന്നിരുന്നു. അങ്ങനെ ആരാധനാക്രമത്തിനെ കൂടുതൽ രുചികരമാക്കുവാൻ തക്കവണ്ണം രൂപകൽപ്പന ചെയ്തു വന്നതാണ് ആരാധനയിലെ സംഗീതത്തിലെ നിറങ്ങൾ എന്ന് പറയുന്നതായ ഒരു കൺസെപ്റ്റ്. ഇത് സുറിയാനി സഭയ്ക്ക് മാത്രമല്ല, ഗ്രീക്ക് സഭയ്ക്കും ലത്തീൻ സഭയ്ക്കും എല്ലാം ഉള്ളതാണ്. ഗ്രിഗോറിയൻ ചാൻഡ് എല്ലാം 8 നിറത്തിൽ പാടുന്ന രീതിയുണ്ട്. ബൈസന്റൈൻ സഭയ്ക്കും അവരുടെ പാട്ടുകൾ 8 വിധത്തിൽ പാടുന്ന രീതിയുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഗാനങ്ങൾ പരിശോധിച്ചാലും ഇവയിൽ 8 രാഗങ്ങളിൽ 8 നിറങ്ങളിൽ പാടുക. രാഗങ്ങൾ എന്ന് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് നിറം എന്ന് പറയുന്നത്. സംഗീതത്തിന് നിറമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ കൂടി ലയിച്ചു വരുന്നതായ, ചെവിയിൽ കൂടി നാം കാണുന്നതായ ആ നിറങ്ങൾ, ഇത് ഒരു മിസ്റ്റിക് കൺസെപ്റ്റാണ്. സന്യാസാശ്രമങ്ങളിൽ ജീവിക്കുന്ന ആധ്യാത്മികതയുടെ കൊടുമുടിയിലെത്തിയതായ ആധ്യാത്മിക ആചാര്യന്മാരുടെ മനസ്സിൽ കൂടി ഉരുത്തിരിഞ്ഞ് വന്നതാണ് നിറം എന്ന് പറയുന്നതായ ഈ കൺസെപ്റ്റ്. അപ്പോൾ ഇത് ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായ ഈ പാട്ടുകളിൽ വൈവിധ്യത്തിൻ്റെ ഭാവം അവർ കൊണ്ടുവന്നു. നമുക്കറിയാം, നമുക്ക് ചോറും അതിന് പറ്റിയ ഒരു കറിയും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ നമ്മൾ കുറച്ച് ചോറേ ഉണ്ണത്തുള്ളൂ. നേരെ മറിച്ച് അതിന് ടേസ്റ്റ് കൊടുക്കുന്ന വേറെ വേറെ കറികൾ ഉള്ളപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ അതിനെ ആഗ്രഹിക്കുന്നത് പോലെ സംഗീതത്തിലും വിവിധങ്ങളായിരിക്കുന്ന വർണ്ണങ്ങൾ വന്നപ്പോൾ ആരാധിക്കുവാനുള്ളതായ ഒത്തിരിയധികം വ്യഗ്രത അന്ന് സന്യാസിമാർക്കുണ്ടായി. അങ്ങനെ അവർ രൂപകൽപ്പന ചെയ്തതായി ഒരു സംഗീത പാഠ്യ പദ്ധതിയുണ്ട്. ഇതാണ് ഇതിൻ്റെ നിയമങ്ങൾ അല്ലെങ്കിൽ കാനോൻ എന്ന് പറയുന്നത്. നിറങ്ങളുടെ പേര് ഇതിന് അഷ്ടരാഗങ്ങൾ എന്ന് പറയും. ഒക്ടോ എക്കോസ് എന്ന് ഗ്രീക്കിലും അതുപോലെ ഇംഗ്ലീഷുകാരും ഒക്ടോ എക്കോസ്, അഷ്ടരാഗങ്ങൾ. നമ്മളതിന് നിറങ്ങൾ എന്ന് പറയുന്നു. ഇതിൽ ഈ നിറങ്ങൾ നമ്മൾ പല സമയത്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ ചിട്ടയായിട്ട് ഓരോ നിറങ്ങളും എങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ സൺഡേ സ്കൂൾ വഴിയായി കൊച്ചി ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങുന്നതായ പരിപാടി. സാധാരണ വൈദിക സെമിനാരികളിലും ആശ്രമങ്ങളിലും മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് പൊതുജനങ്ങളിലേക്ക്, ഇടവക തലങ്ങളിലേക്ക് ഇത് ഇറക്കുവാൻ തക്കവണ്ണം ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനം ഇതിനകത്ത് മുൻകൈ എടുക്കുന്നതിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. മക്കൾ എല്ലാവരും ഇത് പഠിച്ച് ഞായറാഴ്ചകളിൽ നമ്മുടെ ആരാധനയിൽ ഇത് ഉപയോഗിക്കുമ്പോൾ ഇന്ന് നാം കാണുന്നതിലും വളരെ വ്യത്യസ്തമായിരിക്കുന്നതായ, വളരെ മനോഹരമായിരിക്കുന്ന ഒരു സംഗീതം നമുക്ക് ദേവാലയങ്ങളിൽ കേൾക്കുവാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾ ഇത് പഠിക്കുകയും ഇത് ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രിയ MP ജോർജ് അച്ഛൻ. കുക്കുലിയോൻ നിറം 1.
നിന്നാൾ സ്തുതിയൊടു രാജമകൾ ഹാലേലൂയ്യ ഹാലേലൂയ്യ. നിൻ വലമായി രാജഭാമിനിയും ബാറക്കുമോർ മെൻ ഓലം വാദാമുൽവോലം വൽമീനാമീൻ. യക്ബോ. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ. തൃക്കരൾ ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയണ കേണം. നിറം 2. നിന്നു മഹിമയോടാ രാജകുമാരി ഹാലേലൂയ്യ. വലതുവശത്തായി രാജേശ്വരിയും ബാറക്കുമോ മെനവോലം വാദാമുലവോലം ഉൽമീനാമീൻ. യക്ബോ. കാക്കുക നാഥാസ്ലീബായാൽ ഉണ്ണികളെ സ്നാനാർത്ഥികളെ. കുക്കുലിയോൻ 3. നൽകുക നന്മൊഴി മാനസമേ ഹല്ലേലൂയ്യ. സേവിക്കും ഞാൻ അരജനയെന്നുര ചെയ്യും ബാറക്കുമോ മെൻ ഓലം വാദാമുലവോലം ഉൽമീനാമീൻ. യക്ബോ. എന്നാഥ നിൻ കൃപ നിന്നെ പാപികളിൽ ചായിച്ചു. നിൻ സ്ലീബാച്ചിറകിൽ തൂങ്ങും നിൻ സഭമേൽ കൃപ തോന്നേണം. നിറം 4. വാഴ്ത്തുക കർത്തനെ യെരൂശലേമേ ഹാലേലൂയ്യ. വാഴ്ത്തുക സിയോനെ നിൻ ദൈവത്തെ ബാറക്കുമോ മെനവോലം വാദാമുലവോലം ഉൽമീനാമീൻ. യക്ബോ. കർത്താവേ കൃപ ചെയ്യണമേ. മാതൃവിശുദ്ധ പ്രാർത്ഥനയാൽ പുണ്യം ഞങ്ങൾക്കും വാങ്ങി പോയോർക്കും നൽകിയിടേണം. കുക്കുലിയോൻ 5. എൻ പ്രാർത്ഥന നാഥ കേൾക്കണമേ ഹാലേലൂയ്യ. എൻ്റെ വിലാപം പൂകണമേ നിൻ സന്നിധിയിൽ ബാറക്കുമോ മെൻ ഓലം വാദാമുലവോലം വൽമീനാമീൻ. യക്ബോ. മശിഹ ജീവിച്ചെഴുന്നേറ്റു. കാവൽക്കാർ ലജ്ജപ്പെട്ടു. തൻ പ്രിയയാം സഭ സന്തോഷത്താൽ ആത്മപ്രിയനെ വാഴ്ത്തും. കുക്കുലിയോൻ 6. വാഴ്ത്തുക നാഥനെ എന്നാത്മാവേ ഹാലേലൂയ്യ.
ഓർക്കുക തൽ പ്രതിദാനങ്ങൾ. ബാറക്കുമോ من ഓലം വാദാമൽ ഓലം ഓൽമിനാമീൻ. യക്ബോ പ്രാർത്ഥിപ്പാൻ നീ നിൽക്കുമ്പോൾ സന്താപത്തോടെ കാഗ്രം ചിന്തകളെ കടിഞ്ഞാണിട്ട് ചിത്തത്തെ നിർത്തിയിടേണം. കുക്കുലിയോൻ 7. മോദിക്കട്ടെ പരം നാഥാലേ ലൂയ്യൗഹാലേ ലൂയ്യ. നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി ബാറക്കുമോ മെന ഓലം വാദാമുലവോലം ഉൽമീനാമീൻ. യക്ബോ ശുചിയോടു ശുദ്ധ്യാബേസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ പുക്കുദ്യാനദ്വാരങ്ങൾ വാനവരൊത്തു വസിക്കേണം. കുക്കുലിയോൻ 8. വെല്ലും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ ഹാലേലൂയ്യ. ദ്വേഷികളെ മെതിച്ചിടും നിൻ നാമത്തിൽ ബാറക്കുമോ മെൻ ഓലം വാദാമുൽ ഓലം ഉൽമീനാമീൻ. യക്ബോ സ്ലീബാവെന്നു വെല്ലുന്നു സ്ലീബാവിദ്വേഷിയെ വെന്നു സ്ലീബായെ സാക്ഷിച്ചോർക്കായി സ്ലീബായാകട്ടെ കോട്ട. ഈ നിറങ്ങൾ പെത്ഗോമോ കുക്കുലിയോനിലെ പെത്ഗോമോ എന്ന വിഭാഗത്തിലേക്ക് എങ്ങനെ ചേർത്ത് പാടാം എന്നുള്ളതിന് ഉദാഹരണം. 1-ാം നിറം നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ്യ ഹാലേലൂയ്യ. നിൻ വലമായി രാജഭാമിനിയും. 2. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ്യ നിൻ വലമായി രാജഭാമിനിയും. 3. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ നിൻ വലമായി രാജഭാമിനിയും. 4. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ നിൻ വലമായി രാജഭാമിനിയും. 5. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ നിൻ വലമായി രാജഭാമിനിയും. 6. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ നിൻ വലമായി രാജഭാമിനിയും. 7. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ വലമായി രാജഭാമിനിയും. 8. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ നിൻ വലമായി രാജഭാമിനിയും. യക്ബോ ഒരു പോലിങ്ങും മാർത്തോമ ഉണ്ടേ മേലും നിന്നോർമ്മ ഉതകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി.
ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം. യഗ്ബോ 2. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിലാലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം. യഗ്ബോ 3. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിലലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം. യഗ്ബോ 4. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിലലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം. യഗ്ബോ 5. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിലലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം. യഗ്ബോ 6. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിലലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം. യഗ്ബോ 7. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിലലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം. യഗ്ബോ 8. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിലലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം.
റെഡിയാണോ? നമ്മുടെ ഒരു ലാസ്റ്റ് ചാപ്റ്റർ ആട്ടോ ഇന്നത്തെ. ഞാനിപ്പോ എങ്ങനെയാ തുടങ്ങി? നിങ്ങൾ എന്റെ കൂടെ കുരിശ് വരയ്ക്കാറുണ്ടോ? ഞാൻ മിക്കപ്പോഴും എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ കുരിശ് വരച്ചാണോ തുടങ്ങുന്നത്. നമ്മള് എസ്പെഷ്യലി ലാസ്റ്റ് വീക്കെൻഡ് കുരിശ് വരയ്ക്കുന്ന റിവൈസ് ചെയ്ത് ഫസ്റ്റ് 1ാം ക്ലാസ്സിൽ പഠിച്ചതിന് ശേഷം. അപ്പൊ എങ്ങനെയാ കുരിശ് വരയ്ക്കുന്നേ? പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എന്റെ കൂടെ കുരിശ് വരച്ചല്ലോ അല്ലെ? എങ്ങനെ എന്തോ കുരിശ് വരയ്ക്കുമ്പോൾ നമ്മൾ ആലോചിക്കണ്ടേ? കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി ഇടത്തിന്റെ മക്കളായ നമ്മളെ വലത്തിന്റെ മക്കളാക്കി. അപ്പൊ ഓക്കെ, എല്ലാവരും ഈ വീക്ക് കഴിഞ്ഞ ആഴ്ച തൊട്ട് കുരിശ് വരച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം കുരിശ് വരച്ച് പഠിച്ച് തുടങ്ങിയവർക്ക് വേണ്ടി ഒന്ന് കൈയടിച്ച് എല്ലാവരും. അപ്പൊ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. നമ്മുടെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നതിന് ലാസ്റ്റ് ചാപ്റ്റർ ആണ്. എന്തുവാ? യൂണിറ്റ് 6ലെ ചാപ്റ്റർ 21. എന്തുവാ ചാപ്റ്റർ 21? നല്ല സുഹൃത്തായിരിക്കുക. സുഹൃത്ത് അല്ലെ? ഫ്രണ്ട്ഷിപ്പ്. നമുക്ക് അതിന്റെ മനപ്പാഠവാക്യം നോക്കിയാലോ? എന്തുവാ മനപ്പാഠവാക്യം? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15ാം അധ്യായം 13ാം വാക്യം. സെയിന്റ് ജോൺ ചാപ്റ്റർ 15 വേഴ്സസ് 13. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം ആർക്കുമില്ല. ഒന്നുകൂടെ പറഞ്ഞേ, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം ആർക്കുമില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയാ? നല്ലൊരു ഫ്രണ്ട് ആണോ? അപ്പം ബിഫോർ ദാറ്റ് നമുക്ക് അതിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് എന്താണ് നമ്മുടെ ലൈഫിൽ ഈ ഫ്രണ്ടിന് ഇത്ര ഒരു റോൾ? എന്താണ് അത്ര ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ടോ? നമുക്ക് നമ്മുടെ യേശുപ്പച്ചനും പാരന്റ്സും ബ്രദറും സിസ്റ്ററും ഒക്കെ പോരെ? എന്താന്നറിയോ, ഇപ്പൊ നിങ്ങൾ ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, നിങ്ങൾ സ്കൂൾ കഴിക്കും, വീട്ടിൽ വന്ന് ഫുൾ ഫാമിലിയുടെ ഒക്കെ കൂടെ ഒരു 5th 6th ഒക്കെ അല്ലെങ്കിൽ ഇച്ചിരി അങ്ങ് വലുതാവുമ്പോൾ നിങ്ങൾ മിക്കപ്പോഴും ട്യൂഷനൊക്കെ പോകും. നമ്മൾ സ്കൂൾ കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞ് ലേറ്റ് ആയിട്ട് വരുന്നു. അപ്പൊ ഒരു ദിവസം ഒരു 24 hours ഉണ്ടെങ്കിൽ അതില് ഒരു 15-16 hours നമ്മുടെ സ്കൂൾ അവർ തന്നെ ഒരു 7-8 hours വരുന്നുണ്ടാവും. അതിനുശേഷം നേരെ ട്യൂഷൻ ക്ലാസ്സിൽ ഒരു 2 hours, ചിലപ്പോൾ 2-3 ട്യൂഷൻ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു 12, 13, 14, 15 ഒക്കെ hours അത്രയും ഒരു ഇത് വരുന്നത് നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കും നമ്മള്. അപ്പൊ കൂടുതൽ നമ്മള് ഫ്രണ്ട്സിനോട് അടുക്കും. അപ്പൊ അതാണ് പറയുന്നത്, ഈ ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. അല്ലെങ്കിൽ ഒരാളെ കുറിച്ച്, ഇപ്പൊ എന്നെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്റെ കൂട്ടുകാരെയോ അല്ലെങ്കിൽ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളോ നോക്കിയാൽ മതി എന്ന് പറയുന്നത്. പണ്ടുള്ളവർ അങ്ങനെ പറയും, ഒരാളെ മനസ്സിലാക്കണേ അയാളുടെ കൂട്ടുകെട്ടും അല്ലെങ്കിൽ അയാൾ വായിക്കുന്ന പുസ്തകങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ആ ആളെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്. അത് എന്താന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. 2 രൂപത്തിൽ നമുക്ക് അതിനെ ശ്രദ്ധിക്കാം. നിങ്ങളുടെ ചാപ്റ്ററിന്റെ അവസാനം ഈ ഒരു സെന്റൻസ് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതെന്താന്ന് പറഞ്ഞാല്, ഒന്ന്, ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയുന്നത് എന്താ? കണ്ണാടി നമ്മൾ എന്താണോ അതേ സാധനമാണ് നമ്മൾ കണ്ണാടി കാണുന്നത് അല്ലെ? നമ്മൾ നല്ലതായിട്ട് ഒരുങ്ങി വന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ടിപ് ടോപ്പ് വന്ന് കണ്ണാടി നമ്മളെ കാണിക്കും. അതേസമയം നമ്മൾ ഉറക്കപ്പിച്ചിന്ന് എഴുന്നേറ്റ് വന്നിരുന്നാലോ അതാണ് കണ്ണാടി. അതേപോലെ നമ്മുടെ ഫ്രണ്ട്സും, നല്ലൊരു സുഹൃത്ത് കണ്ണാടി ആയിരിക്കും. നമ്മൾ എന്ത് കണ്ടോ അത് അതേപോലെ മുഖത്ത് നോക്കി പറയും. നീ നല്ലത് ചെയ്താൽ നല്ലത് പറയും, ചീത്ത ചെയ്താൽ ചീത്ത പറയും. അല്ലാതെ നമ്മളെ സുഖിപ്പിച്ച് കുഴപ്പമില്ലടാ, സാരമില്ലടാ, അതൊരു നല്ല സുഹൃത്താണോ? നമ്മൾ തെറ്റ് ചെയ്താലും വേറൊരാള് തെറ്റ് ചെയ്താൽ പറഞ്ഞു കൊടുത്താലേ നമ്മൾ നല്ലൊരു സുഹൃത്താവുള്ളൂ. അതാണ് ഒരു വ്യൂ പോയിന്റിൽ നമുക്ക് ഈ ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണെന്നറിയോ? രണ്ടാമത്തെ, നമുക്കൊരു കണ്ണാടി എന്ന് പറയുന്നത് നമ്മൾ എന്ത് അല്ലെങ്കിൽ നമുക്കൊരു വിശ്വാസം വരുത്തും. നമ്മളൊന്ന് ഒരുങ്ങി നമ്മുടെ ഇപ്പം പെൺകുട്ടികളൊക്കെ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പൊട്ട കറക്റ്റ് സൈഡിലാണോ എന്നറിയാൻ നമ്മുടെ കണ്ണാടിയുടെ അടുത്ത് ചെല്ലണം. പക്ഷെ ഒരു ചെങ്ങാതി, നല്ലൊരു സുഹൃത്താണെങ്കിൽ ആ ചെങ്ങാതി പറയും, ഇല്ലടി നീ പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇല്ലടാ സൂപ്പർ ആയിട്ടുണ്ട്, കാണാൻ ലുക്കാണ് എന്ന്, അല്ലെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, നിന്റെ കറക്റ്റ് സ്ഥലത്താണ് നിന്റെ പൊട്ടിയിരിക്കുന്നതെന്നൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു കണ്ണാടിയുടെ പോലും ആവശ്യമില്ല, ആ സുഹൃത്ത് സത്യമേ പറയുള്ളൂ. അവിടെയാണ് അങ്ങനെ 2 വ്യൂ പോയിന്റിൽ നമുക്ക് ഈ ഒരു കോട്ടിനെ പറയാം. അപ്പം കമ്മിങ് ബാക്ക്, നിങ്ങൾക്ക് കൂട്ടുകാരുണ്ടോ? നിങ്ങൾക്ക് എല്ലാം കൂട്ടുകാരുണ്ടല്ലേ? സ്കൂളിലും സൺഡേ സ്കൂളിലും. ഒരാണ് ടീച്ചർ ചോദിച്ചായിരുന്നു, സൺഡേ സ്കൂളിലെ കുട്ടികൾ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾ വിളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. ഞാൻ വിളിക്കാറുണ്ടോ? കൊറോണയ്ക്ക് ശേഷം സൺഡേ സ്കൂൾ കൂട്ടുകാരെയൊക്കെ നിങ്ങൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു
7-8 മാസമായി കാണും. അപ്പൊ അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? നിങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് കാലം കുറെ ആയെന്നാണ് എനിക്കറിയാം. എന്നാലും അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യണം. സ്കൂളിലെ ഫ്രണ്ട്സ് മാത്രമല്ല, നമുക്ക് പള്ളിയിലും നല്ല ഫ്രണ്ട്സ് വേണം. യേശുപ്പച്ചന്റെ അടുത്തേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്ന കൂട്ടുകാർ വേണം. ഈ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞു, കൂട്ടുകാര് നന്നായാൽ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം എന്തെന്നറിയാൻ നമ്മുടെ കൂട്ടുകാരെ നോക്കിയാൽ മതി. അപ്പം ഈ കൂട്ടുകാരിപ്പം കുറച്ചൊക്കെ വലുതാവുമ്പോ, ഇപ്പൊ നിങ്ങൾക്ക് ചേട്ടനോ ചേച്ചിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ പറയുന്നേക്കാം, എനിക്ക് ക്ലാസ്സിൽ എന്നെ ഒരു കുട്ടി എന്നോട് ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ എന്നെ ബാക്ക് സ്റ്റാമ്പ് ചെയ്തു, എന്നെ ദ്രോഹിച്ചു എന്നൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാം അല്ലെ. അതെന്താന്ന് പറഞ്ഞാല് നമ്മൾ ഫസ്റ്റ് ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വെക്കുന്നത്, നമ്മളോട് ഒരാള് എങ്ങനെ ബിഹേവ് ചെയ്യണം. ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും എല്ലാവരും നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം, അല്ലെങ്കിൽ നല്ലതായിട്ട് ബിഹേവ് ചെയ്യാനുള്ളതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലേ. പക്ഷെ അവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്തുവാ? നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എല്ലാവരോടും നല്ലതായിരിക്കണം. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറയുന്നത്. അതേപോലെയാണ് എന്റെ ഫ്രണ്ട്സ് എന്നോട് എങ്ങനെ ബിഹേവ് ചെയ്യണോ, ആദ്യം ഞാൻ അവരോട് എങ്ങനെയാ ബിഹേവ് ചെയ്യുന്നത് അതേ അവരെനിക്ക് തിരിച്ചു തരും. അപ്പം ഞാൻ നല്ലത് ആദ്യം അവരുടെ അടുത്ത് പ്രവർത്തിക്കണം, അപ്പോഴേ അവരും തിരിച്ച് നല്ലത് തരും അല്ലെ. നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ ആരെങ്കിലും ഒരു പോസിറ്റിവിറ്റി തരുമ്പോൾ നമുക്കും തിരിച്ച് പോസിറ്റിവിറ്റി കൊടുക്കാൻ തോന്നും. അതേപോലെയാണ് അപ്പൊ എന്ത് നിങ്ങൾക്ക് വേണോ അത് നിങ്ങൾ ആദ്യം കൊടുക്കണം. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ആദ്യം സ്നേഹിച്ചു തുടങ്ങണം. അപ്പൊ ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് ആരാ എടുക്കണ്ടേ? നമ്മളാ എടുക്കണ്ടേ. അത് നല്ലൊരു ഇനീഷ്യേറ്റീവ് ആയിരിക്കണം, നല്ലൊരു സ്നേഹത്തിന്റെ ഇനീഷ്യേറ്റീവ് ആയിരിക്കണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയുന്ന, നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഒരു മേജർ റോള് വഹിക്കുന്നവരാണ്. കാരണം ഒരു എനിമി അല്ലെങ്കിൽ നമ്മുടെ ഒരു ശത്രു നമ്മുടെ ഒരു ചീത്ത സ്വഭാവത്തിലേക്ക് നയിക്കില്ല. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്തേ, നിങ്ങളുമായിട്ടൊരു അടിപിടി ഉണ്ടാക്കിയ ഒരാളുണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ. ആ കുട്ടി ഒരിക്കലും വന്ന് ഇച്ചിരി വലുതൊക്കെ ആവുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു സിഗരറ്റ് ഒക്കെ തന്ന് എടാ വലിക്കടാ എന്ന് പറയാൻ നിങ്ങൾ വലിക്കുമോ? ഇല്ല, കാരണം അവൻ നമ്മുടെ എനിമിയാ. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സിന് വേണമെങ്കിൽ നമ്മളെ അതിലോട്ട് നയിക്കാം അല്ലെ. നമ്മുടെ ഫ്രണ്ട് ഒരാൾ പറയാം ട്രൈ ചെയ്ത് നോക്ക്, കുഴപ്പമില്ല, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നല്ലേ. നമ്മളെ ചിലപ്പോ വീട് പോകും. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന് അത്രയൊരു മേജർ റോളുണ്ട് നമ്മുടെ ലൈഫിൽ. നമ്മളെ നന്മയിലോട്ടോ അല്ലെങ്കിൽ തിന്മയിലോട്ടോ അവർക്ക് നമ്മളെ നയിക്കാൻ പറ്റും. നമ്മൾ അത്രയും ഇൻഫ്ലുവൻസ് ആവും അവരിൽ. കുറച്ചൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആയിക്കോവും. കാരണം നമ്മള് കൂടുതലും അവരുടെ ഒപ്പമായിരിക്കും. കുറച്ചൊക്കെ കഴിഞ്ഞൊരു ഇനി അങ്ങോട്ട് നമ്മൾ സ്റ്റഡീസ് ഒക്കെ വലുതാകുമ്പോൾ ഹോസ്റ്റല് അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിന്റെ ഒപ്പം. അപ്പൊ നമ്മൾ എന്താണ് അവിടെ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു തീരുമാനം, ദൃഢമായ ഒരു തീരുമാനം എന്താ? ഞാൻ നല്ല കൂട്ടിലെ കൂടുള്ളൂ, അല്ലെങ്കിൽ നല്ല കൂട്ടുകാരൻ. അതേപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരൻ ഒരാള് തെറ്റ് ചെയ്താൽ, കൂട്ടുകാരൻ ഒരു തെറ്റ് ചെയ്താൽ മുഖത്ത് നോക്കി ഞാൻ പറയും അത് തെറ്റാണ്, അത് തെറ്റാണ്. ആ പേര് പറഞ്ഞ എത്ര ബഹളം ഉണ്ടായാലും നിങ്ങൾക്ക് സമാധാനിക്കാം. എന്തോർത്ത് സമാധാനിക്കാം? നിങ്ങൾ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ നന്മ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വിഷമം വരും. കുറെയൊക്കെ നമ്മൾ ഹേർട്ടാവും. വെൻ വി ആർ ടു നൈസ്, ഭയങ്കരമായിട്ട് നല്ലതാവുമ്പോൾ നമ്മൾ ഇടയ്ക്ക് നമുക്ക് കുറെ വിഷമങ്ങളൊക്കെ വരും. അത് അങ്ങനെ വിഷമങ്ങൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നല്ലതായതുകൊണ്ടാണെന്നാണ് കേട്ടോ. അപ്പം ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പും പിടിച്ചു നിർത്താൻ നമ്മൾ തെറ്റ് സമ്മതിച്ചു കൊടുക്കരുത്. എന്ത് പറയണം? തെറ്റാണെന്ന് വാ തുറന്ന് പറയണം. ഗേൾസ് ആയാലും ബോയ്സ് ആയാലും പറയേണ്ടടുത്ത് നോയും പറയണം. ചില കാര്യങ്ങൾ ഒരാൾ വന്നിട്ട് എടാ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഈ ലൈഫിന്റെ പാർട്ടാണ് എന്ന് പറഞ്ഞാൽ നോ പറയാൻ, അതെന്തായാലും നോ പറയാൻ നമ്മൾ അത്രയും സ്ട്രോങ് ആവണം. ആ സ്ട്രെങ്ത് നമുക്ക് എവിടുന്ന് കിട്ടും? നമുക്ക് യേശുപ്പച്ചന്റെ അടുത്തുനിന്ന് കിട്ടും കേട്ടോ. അപ്പം നല്ലൊരു ഫ്രണ്ട് ആവണം നമ്മള്. എങ്ങനെയാ ഫ്രണ്ട് ആവുന്നേ? നല്ലത് മാത്രം നമ്മൾ ആദ്യം അങ്ങോട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് തിരിച്ചും ബൗൺസ് ബാക്ക് ചെയ്ത് നമുക്ക് തിരിച്ചവര് നല്ലത് തരും. നമ്മള് അവരെ നല്ലതായിട്ട് ട്രീറ്റ് ചെയ്യണം. എല്ലാവരോടും നല്ലതേ ചെയ്യാവുള്ളൂ. അതാണ് ഒരു നല്ല സുഹൃത്ത് പോലും. എന്താണ് ഒരു നല്ല സുഹൃത്ത്? പൈസ ഉള്ളപ്പോഴുള്ള ഒരു സുഹൃത്തല്ല നല്ല സുഹൃത്ത്. കഷ്ടപ്പാടിലും വിഷമത്തിലും എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ ഒപ്പം നിൽക്കുന്നതാണ് ഒരു യഥാർത്ഥ സുഹൃത്ത്. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു സുഹൃത്തുണ്ട്. ആരാന്ന് പറയാവോ? ഒരു ക്ലൂ തരാം. ഒരു രാജാവിന്റെ മകനും ആ രാജാവിന്റെ അവിടെ ഇനി വരാൻ പോകുന്ന ഒരു രാജാവായിട്ട്, എന്നാൽ ആർക്കും അറിയാത്ത പോലെ അവിടെ നിന്നൊരു ആളുമായിരുന്നു. ആരാ അത്? ശൗലിന്റെ മകനും ദാവീദുമാണ്.
അവര് ശൗലിന്റെ മകന് ദാവീദും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. ശൗലിന് ദാവീദിനോട് അനാവശ്യമായിട്ടുള്ള അസൂയയും കുശുമ്പും ഒക്കെ വന്നു തുടങ്ങി. കാരണം എന്തായിരുന്നു, ഗോലിയാത്തിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ദാവീദ് അത്രയും അത്യാവശ്യം പോപ്പുലറായി. ശൗലിന് ഇച്ചിരിയൊക്കെ ദേഷ്യവും അമർഷവും ഒക്കെ വന്നു തുടങ്ങി. അപ്പൊ പല വിധത്തിലും ശൗല് ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴും ആരായിരുന്നു, ശൗലിന്റെ മകൻ. ശൗലിന്റെ മകന്റെ പേരെന്താ, യോനാഥാൻ അല്ലെ. യോനാഥാൻ വളരെ വിദഗ്ധമായി ദാവീദിനെ രക്ഷപ്പെടുത്തി. അതെന്താ നിങ്ങൾ ആലോചിച്ച്, എന്താണ് അതെന്തുകൊണ്ടാണ്? കാരണം എന്തൊക്കെ വന്നാലും യോനാഥാൻ എന്ന് പറയുന്നത് ശൗലിന്റെ മകനല്ലേ. അപ്പൊ എങ്ങനെ വന്നാലും ഒരു ഫാദർ സൺ ബോണ്ട് ഇച്ചിരി സ്ട്രോങ് ആവണ്ടേ. പക്ഷെ അവിടെ ദൈവം യോനാഥാനിൽ പ്രവർത്തിച്ചു. തെറ്റാര് ചെയ്താലും ആ തെറ്റിന് കൂടെ നിന്നില്ല യോനാഥാൻ അല്ലെ. ശൗലിന് അനാവശ്യമായിട്ടുള്ള അസൂയയും ദേഷ്യവുമാണ് ദാവീദിന്റെ അടുത്ത്. ദാവീദ് അതേസമയം നന്മയെ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന് യോനാഥാന് മനസ്സിലായി. അതുകൊണ്ടാണ് യോനാഥാൻ ദാവീദിന്റെ ഒപ്പം നിന്നത്. ദാവീദിനെ പല സാഹചര്യങ്ങളിൽ നിന്നും യോനാഥാൻ രക്ഷപ്പെടുത്തി. അവിടെ യോനാഥാൻ എന്ന് പറയുന്നത് ഒരു നല്ല സുഹൃത്താണ്. അവിടെ തെറ്റുകളുടെ കൂടെയല്ല യോനാഥാൻ നിന്നെ, പിന്നെയോ നന്മ പ്രവർത്തിച്ചതിന്റെ കൂടെ. അതേപോലെ ആയിരിക്കണം നമ്മളും. ഒരു തെറ്റ് കണ്ടാലും അതിന് ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ, അയ്യോ അവൻ പോയാൽ എനിക്ക് വേറെ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല, അല്ലെങ്കിൽ അവള് പോയാൽ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നൊന്നും വിചാരിക്കണ്ട. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് യേശുപ്പച്ചനാണെങ്കിൽ നമ്മളിൽ നന്മ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അല്ലെ. നമ്മളിൽ നന്മ മാത്രമേ വരുള്ളൂ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ആരായിരിക്കണം? യേശുപ്പച്ചനായിരിക്കണം. അപ്പൊ എത്ര വലിയ തെറ്റ് നമ്മുടെ മുന്നിൽ കണ്ടാലും നമുക്ക് എഴുന്നേറ്റ് എന്ന് പറയാൻ പറ്റും, ദാറ്റ് ഇസ് റോങ്, അങ്ങനെ ചെയ്യരുത്. സ്വാഭാവികമായി നമ്മൾ അങ്ങനെ പറയുമ്പോ നമ്മളോട് എല്ലാവർക്കും ദേഷ്യമുണ്ടാവും. ഓ അവൻ വലിയ ആള് അല്ലെങ്കിൽ അവള് വലിയ ഒരു കോറി എന്നൊക്കെ പറയുന്നില്ല, അങ്ങനെയൊക്കെ വരും. പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ട് തോന്നണം. അതേപോലെ നമുക്കൊരു തെറ്റ് വന്നാൽ അത് തിരുത്താനുള്ള മനസ്സും കാണിക്കണം. അതായത് നമ്മളെല്ലാം നമ്മുടെ വീട്ടിൽ വന്ന് പറയണം. നമ്മുടെ അപ്പയ്ക്കും അമ്മയ്ക്കും ഒരു പരിധി വരെ നമ്മുടെ തെറ്റുകൾ തിരുത്താൻ അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇപ്പോഴല്ല, കുറച്ചുകൂടെയൊക്കെ കഴിയുമ്പോ ചില കൂട്ടുകെട്ടുകൾ നിങ്ങളെ റോങ് ആയിട്ട് നയിക്കും. ഇവര് നമ്മളെക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ്, ഇവര് പല മേഖലകളിലും, സ്കൂളാവട്ടെ, കോളേജ് ആവട്ടെ, ഓഫീസ് ആവട്ടെ, പള്ളി ആവട്ടെ, പല ആൾക്കാരുമായിട്ട് ഇവര് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് ആൾക്കാരെ ചിലപ്പോ മനസ്സിലാവും. നമ്മൾ വന്നിട്ട് നമ്മളെല്ലാ കഥകളും പറയുമ്പോൾ ചിലപ്പോ അപ്പയോ അമ്മയോ ഒന്ന് ഓൺ ചെയ്യും, ആ ചെറുക്കൻ അത്ര നല്ലതല്ല, അത്ര കൂട്ട് വേണ്ട, ആ പെങ്കൊച്ച് അത്ര നല്ലതല്ല, നീ അത്ര കൂട്ടൊന്നും കൂടണ്ട. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കേട്ടിട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്താൽ മതി. ഒരു 2 വീക്സ് നിങ്ങൾ അനലൈസ് ചെയ്ത് ചിലപ്പോ ഇവര് പറയുന്നത് സത്യമായിരിക്കും. കാരണം നമുക്കത് മനസ്സിലാവില്ല. നമ്മൾ എപ്പോഴും, നിങ്ങൾ ഇതിനു മുമ്പ് 4ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ആദ്യമായിട്ടായിരിക്കും 4ലോട്ട് ഇരിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് 3ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ആദ്യമായിട്ടാണ് 3ാം ക്ലാസ് ഇരിക്കുന്നത്. പക്ഷെ ഇവര് ഇത് കഴിഞ്ഞു പോയതുകൊണ്ട് ഇവർക്ക് മനസ്സിലാവാൻ, അപ്പൊ ഇവരെയും നമ്മളെല്ലാവരിൽ നിന്നും എല്ലാം കേൾക്കാൻ ഒരു മനസ്സ് നമുക്ക് വേണം. ഒരു തെറ്റ്, നമുക്കും തെറ്റുകൾ വരക്കാം പറ്റും. ആ തെറ്റുകള് കറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പറഞ്ഞു തന്നാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു മൈൻഡ് നമുക്ക് വേണം. അതേപോലെയാണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ തെറ്റ് ചെയ്തു, നിങ്ങൾ പറഞ്ഞു എടാ അത് തെറ്റാണ്, അയാൾ ആ തെറ്റ് തിരുത്തി, അവൻ ആ തെറ്റ് ചെയ്തോണ്ട് ഇനി ഞാൻ അവന്റെ കൂടെ കൂടുന്നില്ല എന്ന് വിചാരിക്കരുത്. ഒരു ചാൻസ് കൊടുക്കാം. ഒന്നല്ലോ, എത്ര തവണ ക്ഷമിക്കണം എന്ന് യേശുപ്പച്ചൻ പറഞ്ഞേ, 70 വട്ടം ക്ഷമിക്കണം എന്ന്. ഗിവ് ദം ചാൻസസ്. ചിലപ്പം യേശുപ്പച്ചൻ ഒന്നുകൂടി ഒരു ചാൻസ് നിങ്ങൾ വഴി അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അവർക്ക് ആ തെറ്റ് തിരുത്താൻ സാധിക്കാൻ അല്ലെങ്കിൽ തെറ്റ് തിരുത്തി പിന്നെയും ഒരു ചാൻസ് കൊടുക്കുന്നത് നിങ്ങൾ വഴി. ചിലപ്പോ എന്നേക്കുമായി നാളെ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോ ആ കൂട്ടുകാരനായിരിക്കും കൂടെ നിൽക്കുന്നത്. അപ്പം മറ്റൊരാളെ തെറ്റിൽ നിന്ന് കൊണ്ടുവരാനും ഒരു ചാൻസ് കൊടുക്കാനും നമുക്ക് മനസ്സ് വേണം. എന്നെ അവൻ ദ്രോഹിച്ചു, ഇനി മേലി ഞാൻ അവന്റെ മുഖത്ത് പോലും നോക്കില്ല എന്നൊന്നും പറഞ്ഞു കളയരുത്. ക്ഷമിക്കണം. അവിടെ എങ്ങനെയാ ക്ഷമിക്കുന്നേ? യേശുപ്പച്ചൻ നമ്മളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നത് കേട്ടോ. അതൊരു നല്ല സുഹൃത്തിന്റെ ക്വാളിറ്റിയാണ്. വേറൊരു സുഹൃത്തുക്കൾ ആരാ വേദപുസ്തകത്തിലുള്ള? ഒരു അൺഫെയ്ത്ത്ഫുൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആരാ അത്? മുടിയനായ പുത്രന്റെ കൂട്ടുകാര്. അങ്ങനെ പല കൂട്ടുകാരും പല സാഹചര്യത്തിലും നമ്മുടെ ലൈഫിൽ വരും. അവിടെ എന്താ സംഭവിച്ചാൽ, അവിടെ അപ്പന്റെ ഇന്ന് മുടിയനായ പുത്രൻ തന്റെ വീതം മേടിച്ച് പണക്കാരനായി വീട് വിട്ടിറങ്ങി. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു.
അല്ലെ, പുത്രന്റെ കൂടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ പൈസ തീർന്നപ്പം ഒറ്റ മനുഷ്യനില്ലായിരുന്നു. അവസാനം അവന് തിരിച്ച് അപ്പന്റെ അടുത്ത് വരണ്ട വന്നു. അല്ലെ, അവിടെ അത് അങ്ങനെയാണോ നമ്മള്? അങ്ങനെ ആയിരിക്കണോ ഫ്രണ്ട്സ്? അങ്ങനെ ആയിരിക്കരുത്. അവനൊരു കഷ്ടത വരുമ്പോൾ കൂടെ നിൽക്കുന്നവനായിരിക്കണം ഫ്രണ്ട്. അല്ലെ, നിങ്ങളുടെ ക്ലാസ്സില് ഒരു കുട്ടി വീണു, അല്ലെങ്കിൽ ആ കുട്ടിയായിട്ട് നിങ്ങൾ എന്നും അടിപിടിയാ, എന്നും നിങ്ങളോട് ഭയങ്കര ബഹളമൊക്കെ, ആ കുട്ടി നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങളൊക്കെ അവൻ എന്തേലും പറഞ്ഞിട്ട് പോട്ടെ, ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് കുറെ ഒരു തവണ നിങ്ങളുടെ മുന്നിൽ വെച്ച് ആ കുട്ടി ഒന്ന് വീണു, അവൻ എന്റെ കൂടെ എപ്പോഴും അടി ഉണ്ടാക്കുന്നത് അതുകൊണ്ടാവും വീണ, ഞാൻ മൈൻഡ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു പോവോ? ഇല്ല, അവനെ ചെന്ന് എഴുന്നേപ്പിച്ച് അവന്റെ മുറിവൊക്കെ തട്ടി അവനെ നിങ്ങളുടെ സിക്ക് റൂമോ അങ്ങനെ മരുന്നൊക്കെ വെച്ച് കിട്ടുന്ന നിങ്ങളുടെ റൂമിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാല് അവിടെ അവന് ഞാൻ ഇവന്റെ അടുത്താണല്ലോ ഇത്രയും നേരം അടി ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇത്രയും നാളെ ഞാൻ ഇവനോടല്ലേ പോരെടുത്തേന്ന് തോന്നും. നമുക്ക് ഒരാളെ എങ്ങനെ കീഴ്പ്പെടുത്താൻ പറ്റുന്നേ? സ്നേഹത്തിലൂടെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ. നമ്മുടെ ബോണ്ട്സ് ത്രൂ ബ്ലഡ്, അതായത് നമ്മുടെ അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം, അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം, അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ ഇൻബോൺ ആണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ആ ബോണ്ട്സ് ഉണ്ട്. പക്ഷെ സൗഹൃദം എന്ന് പറയുന്നത് നമ്മളെ പോലെയുള്ള ഒരാളെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അതൊരു ബ്ലഡ് ബോണ്ട് അല്ല, പക്ഷെ അതാണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ബോണ്ട്. അപ്പം നമുക്ക് സ്നേഹത്തിലൂടെ ഒരാളെ കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ ചെയ്യുമ്പം നമ്മൾ എത്ര നമ്മളെ ദ്രോഹിച്ചാലും നമ്മൾ തിരിച്ച് സ്നേഹം കാണിക്കുമ്പോൾ അവർക്കും നമ്മളോട് സ്നേഹമേ തോന്നുള്ളൂ. അതാണ് പറയുന്നത്, നമ്മളെ എങ്ങനെ ഒരാൾക്ക് ട്രീറ്റ് ചെയ്യണോ അങ്ങനെ നമ്മൾ ആദ്യം അയാളെ ട്രീറ്റ് ചെയ്യണം. കേട്ടോ? അപ്പൊ ഇനി തൊട്ടൊരു നല്ല സുഹൃത്തായിരിക്കുമോ? അപ്പം ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ നീഡ്. നമുക്ക് ആവശ്യമുള്ളപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ യഥാർത്ഥ കൂട്ടുകാരൻ. കേട്ടോ? ഞാനിപ്പോ പറഞ്ഞു, ഇപ്പോഴല്ല കുറച്ചുകൂടെ ഒക്കെ വലുതായി നിങ്ങൾ ഒരു ഫുൾ ടൈം സ്കൂളില് പിന്നെ ട്യൂഷൻ അങ്ങനെയൊക്കെ കഴിഞ്ഞ് വരുമ്പോ നമുക്ക് ഫ്രണ്ട്സുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആവും. അപ്പൊ പൊതുവെ നമ്മുടെ വീട്ടില് മിക്കവരുടെ വീട്ടില്, എന്റെയൊക്കെ വീട്ടില് പൊതുവെ ഉള്ളതാണ്, ഒരു മാർക്ക് വരുമ്പോ നിന്റെ കൂട്ടുകാരന് അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരിക്ക് ഇത്രയും മാർക്കുണ്ടല്ലോ, നിനക്കെന്താ ഇത്രയും മാർക്കില്ലാത്ത എന്നൊക്കെയുള്ള ഒരു കമ്പാരിസൺ ഉണ്ടാകും. അത് പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതായത് നിങ്ങളോട് അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ കിട്ടുമ്പോൾ തോന്നും, എന്റെ കൂടെ നടന്നിട്ട് അവൻ എന്നെക്കാൾ കൂടുതൽ മാർക്ക് കിട്ടി, അല്ലെങ്കിൽ അവർക്ക് എന്നെക്കാൾ കൂടുതൽ മാർക്ക് കിട്ടി, എനിക്ക് കുറവാ. അങ്ങനെ വിചാരിക്കേണ്ട. നമ്മുടെ ഒരു പഠിത്തം, സെക്യുലർ ആയാലും സൺഡേ സ്കൂൾ ആയാലും എല്ലാ മേഖലയിലും പഠിക്കുമ്പോൾ നമ്മൾ ഒരാൾക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കുമ്പോഴേ നമ്മൾ പഠിക്കുള്ളൂ. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, നമുക്ക് മാർക്ക് വേണം. നമ്മുടെ വീട്ടുകാർ കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് വലിയ റാങ്ക് കിട്ടുന്നവരാണെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾ ഭയങ്കര ഫുൾ മാർക്കൊക്കെ കിട്ടുന്നതാണെങ്കിൽ അത്രയും മിടുക്കര് പിള്ളേരാണ് നിങ്ങൾ. എന്നാലും നല്ല അത്യാവശ്യം ഒരു ആവറേജ് മാർക്ക് നമുക്ക് വേണം എന്ന് പറഞ്ഞ് നമ്മുടെ കൂട്ടുകാർക്ക് നമ്മളെക്കാൾ കൂടുതൽ മാർക്കുള്ളത് നമ്മൾ ചിലപ്പോൾ ഉഴപ്പുന്നോണ്ടായിരിക്കും. അതിന് അവരെ പറയരുത്. അല്ലെങ്കിൽ അവൻ എന്നെക്കാൾ കൂടുതൽ മാർക്ക് കിട്ടി, ഇനി തൊട്ട് ഞാൻ അവന്റെ അടുത്ത് മിണ്ടത്തില്ല, അല്ലെങ്കിൽ അവളോട് മിണ്ടത്തില്ല, അവള് ഭയങ്കര സാധന എന്നൊന്നും വിചാരിക്കരുത്. അതേപോലെ ഇനി അങ്ങോട്ട് വലുതൊക്കെ ആവുമ്പോൾ, കുറച്ചുകൂടെ നിങ്ങൾ വലുതാവുമ്പോൾ നിങ്ങൾ ചിലപ്പോ ഇവരെക്കാൾ കൂടുതൽ നിങ്ങൾ ശോഭിക്കും, നിങ്ങൾ നല്ലതായിട്ട് പഠിത്തത്തിൽ മുന്നോട്ട് വരും. അപ്പം നമ്മുടെ ക്ലാസ്സിൽ ചിലപ്പോൾ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമ്മുടെ അറിവ് കൂട്ടത്തേ ഉള്ളൂ. അവിടെ ഞാൻ ഇനി പറഞ്ഞു കൊടുത്തിനിപ്പോ ഇവൻ എന്നെക്കാൾ കൂടുതൽ മാർക്ക് മേടിച്ചാലോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സമയം കൊണ്ട് എനിക്ക് ഇനി 2 ചാപ്റ്ററും കൂടെ നോക്കാമല്ലോ, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നമ്മൾ കൂടുതൽ പറഞ്ഞു കൊടുക്കുമ്പോ നമുക്ക് പിന്നെ അത് റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ അറിവ് കൂടുതലാണ്. ചിലപ്പോൾ നമ്മൾ പോലും ആലോചിക്കാത്ത ഒരു ഡൗട്ട് അയാൾ ചോദിച്ചാൽ, ആ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ചോദിച്ചാല് നമ്മൾ അയ്യോ ഞാൻ എന്താണ് ആലോചിക്കുന്നത്, ശരിക്കും ഒരു പോയിന്റ് അല്ലേ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നും. അപ്പം നമ്മുടെ മനസ്സിൽ ഒരിക്കലും അവരോടൊരു കോമ്പറ്റീഷൻ, ഹെൽത്തി കോമ്പറ്റീഷൻ ആവാം. അതായത് ഞാൻ ആരെയും തോപ്പിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കരുത്. നമ്മൾ അത്യാവശ്യം നമ്മുടെ മാക്സിമം കൊടുക്കാൻ, നമ്മുടെ മാക്സിമം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അത് മതി, റിസൾട്ട് യേശുപ്പച്ചൻ തരും. പക്ഷെ ഒരാളെ റോങ് വേയിൽ നമ്മൾ ഒരിക്കലും കോമ്പറ്റീറ്റീവ് മൈൻഡിൽ അയാളെ തോപ്പിക്കണം. ഇനിയിപ്പം എനിക്ക് പഠിച്ചു തോപ്പിക്കാൻ പറ്റില്ലെങ്കിൽ അവന്റെ പേരൊക്കെ ഒടിച്ചു കളയുക, അല്ലെങ്കിൽ പെൻസിലൊക്കെ ഒടിച്ചു കളയുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ഇല്ല, നമ്മളല്ല നല്ല പിള്ളേരല്ലേ, അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെ ഒരു തോട്ട് പോലും നമ്മുടെ മനസ്സിൽ വരരുത്. അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? പോയി പ്രാർത്ഥിക്കാൻ. എങ്ങനെയാ പ്രാർത്ഥിക്കുന്നേ? യേശുപ്പച്ച സോറി, എന്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഇനി മേലെ അത് ആവർത്തിക്കില്ല, അല്ലെങ്കിൽ ഇനി ഒരിക്കലും എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ ഇടവരരുത്.
നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്കെല്ലാം തെറ്റ് പറ്റും. പക്ഷെ എന്താ നമുക്ക് വേണ്ടത്? ചെയ്ത തെറ്റ് ഏറ്റു പറയാനുള്ള സ്ട്രെങ്ത് വേണം കേട്ടോ. അപ്പം നമ്മുടെ ചാപ്റ്റർ ഇതോടെ തീരുകയാണ്. എല്ലാവരും നല്ല കൂട്ടുകാരാവട്ടെ. എല്ലാവരിലും നന്മ ഉള്ള കൂട്ടുകാരെപ്പോഴാ ഉണ്ടാവുന്നത്? നമ്മളിൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമ്മൾ നല്ലൊരു കൂട്ടുകാരാവുകയാണ്. എന്ത് തെറ്റ് കണ്ടാലും മുഖത്ത് നോക്കി അത് നോ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അത് ഒരു നല്ല കൂട്ടുകാരൻ തന്നെയാണ്, അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാരിയാണ്. ഞാൻ അവനോട് നോ പറഞ്ഞു, അത് ഞാനൊരു നല്ല കൂട്ടുകാരനാണോ അവന്റെ അടുത്ത് എന്നൊന്നും ആലോചിക്കേണ്ട. യു ആർ എ ഗുഡ് ഫ്രണ്ട്. അപ്പം നല്ലൊരു കൂട്ടുകാരിയുമായിട്ടിരിക്കുക. ഇന്നത്തെ മനപാഠമാക്കിയ എന്തോ ഒന്നുകൂടെ പറഞ്ഞേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യം. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം ആർക്കുമില്ല. കേട്ടോ? അപ്പൊ ഇത് നമ്മുടെ മനസ്സിൽ വേണം. എല്ലാവരോടും നല്ലത്, ഒരുപാട് നമ്മളെ ദ്രോഹിച്ചാലും സ്നേഹം കൊണ്ട് അവരെ കീഴ്പ്പെടുത്തുക. നല്ല ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുക. നിങ്ങളും കണ്ണാടി പോലത്തെ ഒരു കൂട്ടുകാര് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്കൊരു പാട്ട് പഠിച്ചാലോ? സ്നേഹിതനെ അല്ലെങ്കിൽ സ്നേഹം പശ്ചാത്തലം പറയുന്ന ഒരു പാട്ട്. നമ്മളെല്ലാം വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോ അമ്മയപ്പയൊക്കെ പാടുന്ന പാട്ടായിരിക്കും. അത് നിങ്ങൾ പഠിച്ചിട്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോ തൊട്ട് വല്ലപ്പോഴും ഒക്കെ പാടണം. എന്തായാലും ഇന്ന് രാത്രി അത് പാടണം. ഓക്കെ? എന്തുവാ പാട്ട്? ഒന്ന് പാടിയാലോ? എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടേണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാൽ എന്നെ നിറയ്ക്കണമേ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാൽ എന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മനായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ, ആത്മനായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. ഓക്കെ? കൊള്ളാവോ? ഞാൻ അത്ര നല്ലതായിട്ട് പാടില്ല, എന്നാലും മിനിമം ആദ്യത്തെ ഫസ്റ്റ് 2 പാരഗ്രാഫ് നിങ്ങള് പഠിക്കണം. പിന്നെയും കേട്ട് പഠിച്ചാൽ മതി. ചിലപ്പോ ഇതൊന്നും ആയിരിക്കില്ല ടൂൺ. നിങ്ങളുടെ അപ്പയ്ക്കും അമ്മയ്ക്കും ഇതിനേക്കാൾ നല്ലതായിട്ട് ടൂൺ അറിയാമെങ്കിൽ കേട്ട് പഠിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ലാസ്റ്റ് ടാസ്ക് ആണ് നമ്മുടെ. എങ്ങനെയാ പ്രാർത്ഥിക്കുന്നേ? കൈകൂപ്പി കണ്ണടച്ച് എല്ലാവരും പ്രാർത്ഥിച്ചേ. ദൈവമേ, ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഒരു ഉത്തമ സ്നേഹിതനായിരിക്കാൻ ആവശ്യമായ ഗുണങ്ങൾ ഞങ്ങൾക്ക് തരയണമേ. നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കൂട്ടുകാരെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ആമേൻ. അപ്പം ഇനി തൊട്ട് നല്ലൊരു കൂട്ടുകാരെന്നാവുന്നതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി മനസ്സിൽ നിങ്ങൾ വെക്കേണ്ട എന്താണെന്നറിയോ? നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയിൽ നമ്മള് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
ഇനി തൊട്ട് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം, കൊറോണ ഒന്നും അവരെ ബാധിക്കാതിരിക്കാൻ. സ്കൂൾ ഫ്രണ്ട്സ് മാത്രമല്ല, സൺഡേ സ്കൂൾ ഫ്രണ്ട്സും നിങ്ങളുടെ എല്ലാ കൂട്ടുകാരെയും നിങ്ങൾ ഓർക്കണം, പ്രാർത്ഥിക്കണം. അവരൊന്ന് വീണുപോയാലും അവർക്കൊരു കൈ കൊടുത്ത് നിങ്ങൾ അവരെ എഴുന്നേൽപ്പിക്കണം. നിങ്ങളും നല്ലൊരു കൂട്ടുകാരനാവുക മറ്റുള്ളവർക്ക് വേണ്ടി. അപ്പം ഓക്കെ, നെക്സ്റ്റ് വീക്ക് കാണാം. ക്വസ്റ്റ്യൻസ് എല്ലാം ടീച്ചേഴ്സിന് എഴുതി കൊടുക്കാം. ബൈ.